പാതാള ഗോപുരങ്ങളെ തകർക്കാൻ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ കളിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ പൗലോസും സീലാസും അവൻ പാതാളത്തിൽ ആത്മാവിൽ ആരാധിച്ചല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോലെ അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെ അവൻ സ്വർഗ്ഗം വലിച്ചത് ആരാധനത്തിന്റെ അടിസ്ഥാനങ്ങളെ സ്വർഗ്ഗം ഇറക്കിയെങ്കിൽ ഇത് രാത്രിക്കാലം ആത്മയെ നിന്നെ ബന്ധിച്ചിരിക്കുക. അവൻ ഹല്ലേലൂയ. അവൻ സകല കേട്ടുകളിൽ രാത്രിക്കാലം ആത്മാവിന്റെ ശ്രദ്ധയാൽ അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന് തന്ത്രങ്ങൾ ഒരുക്കിയ അവൻ ഹല്ലേലൂയ. അവൻ ചില ഹല്ലേലൂയ ആധിപത്യ ശക്തികളെ ഇത് രാത്രിക്കാലം സ്വർഗ്ഗം ഇറക്കട്ടെ. അഭിഷേകത്തെ ഇല്ലാതാക്കുക. വെളിപ്പാടിനെ തകർക്കുക. ഇല്ലാതാക്കുക. ദുഷ്ടന്റെ ആധിപത്യത്തെ ഇത് രാത്രികാലം അഭിഷേകത്താൽ തകർക്കുക. രാത്രികാലം പുതിയ വെളിപ്പാടിലേക്ക് പുതിയ നിയമങ്ങളിലേക്ക് ആണെ ദൈവജനം കയറി വരട്ടെ. പിടിക്കാൻ പൗലോസ് പിടിച്ചതുപോലെ മറഞ്ഞിരുന്നതിനെ അവൻ കീഴിലേക്ക് അവനെ പിടിച്ചിരുന്നതുപോലെ ഇത് രാത്രിക്കാലം ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന മറഞ്ഞിരിക്കുന്നതിനെ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഭരണത്തിന് നേരെയായിരിക്കാം, അതിന്റെ തലമുറയ്ക്ക് നേരെയായിരിക്കാം, അതിന്റെ നന്മയ്ക്ക് നേരെയായിരിക്കാം പതിയിരിക്കുന്നത്. ഇത് രാത്രികാലം ആത്മാവിനെ പിടി. യേശുവിന്റെ നാമത്തിൽ ശത്രു പറയും അവൻ നീ വീർക്കും, അവൻ നീ ഇപ്പോ വീർക്കും, അവൻ നീ ഇല്ലാതാകും, നീ മുടിഞ്ഞു പോകും, നീ തകർന്നു പോകും എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന അവൻ ചില വാദത്തിന്റെ ശക്തികളെ ഇത് രാത്രിക്കാലം ആത്മാവിൽ പിടിച്ച ആത്മാവിന്റെ തീയിലേക്ക് ജയമെടുക്കുകയാണ്. ഞങ്ങൾ ജയമെടുക്കുകയാണ്. രാത്രികാലം എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ആമേൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ച് നമ്മൾ ഒരുമിച്ച് വലിയ ഭവനങ്ങളെ വഹിച്ച് തലമുറകളെ വഹിച്ച് എല്ലാ വിഷയങ്ങളെയും വഹിച്ച് നമ്മൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ നമ്മുടെ ദേശത്തെ വഹിച്ച് നമ്മുടെ ചുറ്റുപാടുകളും പാർക്കുന്ന കുടുംബങ്ങളെ വഹിച്ച് അതിലെല്ലാം നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഐക്യതയോടെ ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹാലിലെ നന്മയിലേക്ക് കടത്തിവിടാതെ വേണം, ഹാലിലെ ഉയർച്ചയിലേക്ക് കടത്തിവിടാതെ വേണം, ആമീൻ ആത്മീക നിയോഗങ്ങളിലേക്ക് കടത്തിവിടാതെ വേണം, ആത്മീക വെളിപ്പാടിലേക്ക് കടത്തിവിടാതെ വേണം. ആമീൻ ഹല്ലേലൂയ. എരിവും ശക്തികൾ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകൾ, ചില മതിലുകൾ ഇന്ന് രാത്രികാലം ആമീൻ ഒരുമിച്ച് നമ്മൾ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ സ്തുതികളോടും സ്തോത്രത്തോടും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അത് സമഭൂമിയായി മാറേണ്ടതിന് ദൈവത്തിന്റെ വലിയ വിടുതലുകൾ കുടുംബങ്ങളിൽ, ഹല്ലേലൂയ ജീവിതങ്ങളിൽ, തലമുറകളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏതെല്ലാം വിഷയങ്ങൾ മേലാണോ ഇന്ന് രാത്രികാലം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് ആ മേഖലയൊക്കെ ദൈവത്തിന്റെ അസാധാരണമായ ഫലമിറങ്ങേണ്ടതിനാണ്. സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ആരും അടങ്ങിയിരിക്കല്ലേ, ആരും അടങ്ങിയിരിക്കല്ലേ, ആരും ഹല്ലേലൂയ മൗനമായിരിക്കല്ലേ. ഇത് രാത്രികാലമായി സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ ഹല്ലേലൂയ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവരെ ആമേൻ ഹല്ലേലൂയ സ്തോത്ര യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം വന്നിരിക്കുക. എത്ര പേര് രാത്രികാലം വിശ്വസിക്കോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക. രാത്രികാലം നമ്മുടെ മുതലായിരിക്കുന്ന വിശ്വസാനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, തന്റെ തലമുറകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആത്മീകമായ ഹല്ലേലൂയ, ആമേൻ, ഭൗതികമായ എല്ലാ ആത്മീയവും ഭൗതികമായ എല്ലാ ജീവിതത്തിലെ എല്ലാ വളർച്ചകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ ഞെരുക്കങ്ങൾ ഇടുക്കങ്ങൾ മാറേണ്ടതിന്, ആമേൻ, സ്വർഗ്ഗം അവർക്ക് വിശാലത കൊടുക്കേണ്ടതിന്, ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തിയെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ പിതാവ് ആമേൻ ഹല്ലേലൂയ ചില ആമേൻ അസ്വസ്ഥതകളായ ഹോസ്പിറ്റലിലേക്ക് ഹല്ലേലൂയ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. സ്വർഗ്ഗം ആമേൻ വിടുവിച്ച ആമേൻ ആ വലിയ വിടുതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആ കുടുംബത്തെ ആമേൻ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, വിടുവിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രികാലം അപ്പച്ചനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കൂട്ടസഹായി ഓർത്ത്, തന്റെ ഹല്ലേലൂയ തലമുറകളെ ഓർത്ത്, ആമേൻ ഹല്ലേലൂയ തന്റെ ആത്മീയമായ ഭൗതികമായ എല്ലാ വിഷയങ്ങളെ ഓർത്ത് ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവ ഹല്ലേലൂയ ഭവനത്തിൽ തന്നോട് കൂടെ, ആമേൻ തന്റെ പ്രിയപ്പെട്ടവരോട് കൂടെ, ആമേൻ തന്റെ തലമുറകളോട് കൂടെ, ആമേൻ ഹല്ലേലൂയ ആമേൻ ആയിരിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവിക വിടുതലുകൾ കുടുംബത്തിലെ ബന്ധങ്ങൾ വെളിപ്പെട്ട് കാണേണ്ടതിന്, ആമേൻ ദൈവിക സന്തോഷം ആ കുടുംബത്തിൽ അതുമായി വെളിപ്പെട്ട് കാണേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. രാത്രികാലം നമ്മുടെ മുതലായിരിക്കുന്ന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവളെ തന്റെ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ആമേൻ അവർക്ക് കൊടുത്ത ആമേൻ തലമുറയെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് കാണേണ്ടതിന്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് കാണേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പൈതലായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യോനസാനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കണ്ണിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആയിരിക്കുന്ന കർത്താവ് ബലത്തോടെ ആമേൻ ഹല്ലേലൂയ ശക്തമായ കർത്താവ് ആമേൻ നടത്തേണ്ടത് നമുക്ക് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ മധ്യമായിരിക്കുന്ന നമുക്കായി ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത്, തന്റെ തലമുറകളെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത്, ശാരീരികമായി ആളിലെ അസ്വസ്ഥതയാൽ ഭവനത്തിലായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്ന വിടുതലിന് വേണ്ടി, പൂർണ്ണമായിരിക്കുന്ന സൗഖ്യത്തിന് വേണ്ടി തന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയി ആമേൻ ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങളെ കർത്താവ് ഒരുക്കി കൊടുക്കേണ്ടതിന് രാത്രികാലം ആമേൻ ആ പ്രിയപ്പെട്ടവളെയും ആ കുടുംബത്തെയും തലമുറകളെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് രാത്രികാലം അത് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു തീ പോലെ മാറേണ്ടതിന്, ഒരു തീക്കഷ്ണമായി മാറേണ്ടതിന് ഇത് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ അവൻ നിറഞ്ഞിരിക്കുന്ന ഇടങ്ങളെ മറന്ന് അവൻ ഭൂമിയിൽ ചാടി കർത്താവിനെ ആരാധിപ്പാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനത്തിൽ ഇരുന്നവൻ ഹല്ലേലൂയ സൗഖ്യം കിട്ടിയപ്പോൾ ആലയത്തിനകത്തളങ്ങളിലേക്ക് ഭൂമിയിൽ ചാടി കർത്താവിനെ ആരാധിക്കുന്നതുപോലെ ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം വെളിപ്പെടേണ്ടതിന് രാത്രികാലം ആ പ്രിയപ്പെട്ടവരെ കുടുംബമായി വഹിച്ച് നമുക്ക് ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രികാലം നമ്മൾ നമ്മൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷകളെ ഓർത്ത്, ആമേൻ തന്റെ ഭവനത്തെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത്, തന്റെ തലമുറകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ തന്റെ ശുശ്രൂഷകൾക്ക് ഈ നാളുകൾ ഒരു വഴിത്തിരിവ് കർത്താവ് ഒരുക്കി കൊടുക്കേണ്ടതിന്, ആമേൻ ഒരു വ്യത്യസ്തത ഒരുക്കി കൊടുക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കാല് വെക്കുന്നുണ്ട്, ആമേൻ കാല് വെക്കുന്ന പട്ടണങ്ങൾ, ആമേൻ ഹല്ലേലൂയ ഗ്രാമങ്ങളൊക്കെ ദൈവിക ഹല്ലേലൂയ സാന്നിധ്യത്താൽ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആമേൻ കരങ്ങൾ ഉപയോഗിക്കേണ്ടതിന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ യേശു കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അയച്ചതുപോലെ വൻ കാര്യങ്ങളെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ചെയ്യാൻ, ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ ചെയ്യാൻ, അത്ഭുതങ്ങളെ ചെയ്യാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കേണ്ടതിന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത്, തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ആമീൻ തന്റെ കൊച്ചുമക്കളെ ഓർത്ത്, ആമീൻ ഹല്ലേലൂയ തന്റെ ആമീൻ ഹല്ലേലൂയ ആത്മീക ആമീൻ വളർച്ചയെ ഓർത്ത് ഒക്കെ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമീൻ ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആമീൻ എന്റെ മടങ്ങി വരുവിൽ ആമീൻ നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ആമീൻ അത് കാണാൻ വലിയ പ്രയാസമാണ്.
ആമേൻ ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തെ ആമേൻ ഹല്ലേലൂയ കവർന്നു കൊണ്ടുപോകുന്ന കാലഘട്ടമാണ്. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ നിന്ന് ആമേൻ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയരുത്. ആമേൻ ഇന്ന് രാത്രികാലം ആ പ്രിയപ്പെട്ട ദേവദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ആത്മാവിന്റെ തീയാൽ അതിൽ പുറത്തു വരാൻ, ആത്മാവിന്റെ സാന്നിധ്യത്താൽ പുറത്തു വരാൻ ആമേൻ ആ കുടുംബ ചലനങ്ങൾ ആമേൻ അവരുടെ കുടുംബ പ്രാർത്ഥനകളിലും ഹല്ലേലൂയ അവരുടെ ഭാര്യയുടെ ദേശീയ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കേണ്ടത് ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലത്ത് പർവ്വതരായിരിക്കുന്ന ഷീലയെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ, തന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ തലമുറകളെ ആമീൻ ഹല്ലേലൂയ തന്റെ മാതാവിനെ, തന്റെ സഹോദരനെ ആമീൻ തനിക്ക് കൊടുത്ത നന്മകളെ ഒക്കെ ഇന്ന് രാത്രികാലം തന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ആമീൻ ദൈവത്തിന്റെ കരം ആമീൻ ആമീൻ തന്നോട് കൂടെ തന്റെ ആമീൻ ഹല്ലേലൂയ നന്മയോട് കൂടെ തന്റെ പ്രിയപ്പെട്ടവരോട് കൂടെ തന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളോട് കൂടെ ഒക്കെ താങ്ങായി തണലായി സംരക്ഷണമായി കൂടിയിരിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രികാലം തങ്കബസന്റെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. രണ്ട് കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ഒരു ആത്മീക വളർച്ചയ്ക്ക് കാരണമായി മാറട്ടെ. ഹല്ലേലൂയ ചില കൃപാവരങ്ങൾക്ക് കാരണമായി മാറട്ടെ. ചില വെളിപ്പാടുകൾക്ക് കാരണമായി മാറട്ടെ. ഹല്ലേലൂയ 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 ദുഷ്ടനോട് പോരാടി ജയിക്കാൻ, ദുഷ്ടനോട് പോരാടി ജയിക്കാൻ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കട്ടെ. ഇന്ന് രാത്രികാലം ആവേന കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആ ഭവനത്തിലെ പരിഹാരികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് വഴികളെ തുറന്നുകൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവ് ഭവനത്തിന് സംരക്ഷകനായി കൊണ്ടിരിക്കേണ്ടത് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഏറെ നാളിന് ശേഷമായി നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രാത്രികാലം ആമേൻ ഹല്ലേലൂയ വൃഥാ പോയെന്നല്ല, ഒരു വലിയ ഹല്ലേലൂയ തീയായി മാറി, ഒരു വലിയ തീകൃഷ്ണമായി മാറി. ഹല്ലേലൂയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ മടങ്ങി പോകാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഒരു വലിയ പോരാളിയായി മാറാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രിയപ്പെട്ടവളെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത്, തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് രാത്രി കാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആ രണ്ട് കുഞ്ഞുങ്ങളും തങ്ങൾക്കൊപ്പം ആമേൻ ദൈവത്തെ ആരാധിക്കാൻ, ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ നന്മകളെ അവരെ കാണിച്ചെടുക്കാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിന് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ നമ്മുടെ ദൈവസേവകനെ ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ പ്രിയപ്പെട്ടവനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ, തന്റെ പ്രയാസങ്ങൾ, താൻ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ മറുപടി കർത്താവ് നൽകിക്കൊടുത്ത് കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ആമേൻ ഹല്ലേലൂയ സകല ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാരങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കേണ്ടതിന്, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ രാത്രികാലം ആമേൻ അടുത്ത ഭവനത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ രാജന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പമായിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ വലിയ മഹത്വത്തിന് കാരണമായി മാറട്ടെ. ആമേൻ തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ഹല്ലേലൂയ ആമേൻ തന്റെ ജീവിതത്തിൽ താൻ നേരിടുന്ന വിഷയങ്ങളിലെ ഇന്ന് രാത്രികാലം ഒരു പരിഹാരമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആ തലമുറയെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ അവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദൂതന്മാർ ഭവനത്തിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ ചില പണികൾക്ക് അവരെ ചെയ്തെടുക്കട്ടെ. രാത്രികാലം ആ കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രികാലം നമ്മുടെ മധ്യരായിരിക്കുന്ന ശാന്തപശുഷ്ഠയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ തന്റെ കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ഈ ദിവസങ്ങളിൽ താൻ കരയുന്ന വിഷയങ്ങളുടെ മേൽ, ആമേൻ ഹൃദയത്തിന്റെ അകത്തങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിന്, ദൈവത്തിന്റെ വിടുതലുകൾ കാണേണ്ടതിന് ഈ രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഒരു അഭിഷേകത്തിന്റെ തീ നമ്മുടെ രാത്രികാലം കർത്താവ് കൈമാറേണ്ടതിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ
യേശുവിന്റെ രക്തത്താൽ ജയം ലഭിക്കുകയാണ്. ഹല്ലേലൂയ. തനിക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവർക്ക് കൊടുത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ആമീൻ, അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. അവരെ ഹല്ലേലൂയ, അവരെല്ലാം പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ആമീൻ ആവാനവൃത്തവും കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനുള്ള ഒരു അവസരം കർത്താവ് ഒഴുകി കൊടുക്കേണ്ട കർത്താവ് ആ വരികളും കർത്താവ് തുറന്നു കൊടുക്കേണ്ട നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ആമീൻ ഉറച്ച തീരുമാനത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വം ആ കുടുംബത്തിന് രക്ഷകൾ വെളിപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഒരു വലിയ ആരാധന ആ കുടുംബത്തിന് രക്ഷകൾ വെളിപ്പെട്ടു കാണേണ്ടതിന് ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ആരാധന ആ കുടുംബത്തിൽ വെളിപ്പെട്ടു കാണേണ്ടതിന് ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. കൊർന്നേലിയോസിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ ഹല്ലേലൂയ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ കൊർന്നേലിയോസ് പ്രിയപ്പെട്ടവരും ആമേൻ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ സകലരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ആമേൻ പകർന്നവർ അന്യഭാഷയിലെ ആരാധിച്ചതുപോലെ ഒരുമിച്ച് ഹല്ലേലൂയ ഒരു വലിയ ദൈവ സാന്നിധ്യത്തിലേക്ക് ആ കുടുംബത്തെ വധിച്ചവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അടിയങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ ദേശത്ത് വെച്ച് നടത്തുവാൻ കർത്താവ് തന്ന വലിയ ആമീൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആമീൻ ഒന്നും മുടക്കം വരാതെ ആമീൻ എല്ലാ ആഴ്ചകളിലും ആമീൻ ഹല്ലേലൂയ അത് തുടർമാനമായി നടത്തുവാൻ കർത്താവ് തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രയോ പേർ ആഗ്രഹിച്ചിട്ട് ആമീൻ നടക്കാത്തത് നമ്മളെ കൂടി കർത്താവ് ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ കർത്താവ് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം ഈ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതായ വിഷയങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സുരേന്ദ്രൻ പാസ്റ്ററെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ഉണ്ടോ? ആമീൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. യേശുവേ. രാത്രികാലം നമ്മുടെ ദേശത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന എല്ലാ കുടുംബത്തെയും വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമീൻ. പല വ്യക്തികൾ ഇവിടെ രോഗികളാൽ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. ആമീൻ. അവരെയൊക്കെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ആമീൻ ഹല്ലേലൂയ രാജമ സിസ്റ്ററെ ആമീൻ ആ പ്രിയപ്പെട്ടവൻ ആമീൻ ഹല്ലേലൂയ വളരെ അസ്വസ്ഥതയാൽ ഭവനത്തിലായിരിക്കുന്നു.
പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതൽ കർത്താവ് കൊടുക്കേണ്ടതിന് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരം ആമീൻ ഇന്ന് രാത്രി കാലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഒരു വലിയ സൗഖ്യം ആമീൻ കർത്താവ് കൽപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ആ കുടുംബത്തെ വഹിച്ച് സ്തോത്രം ചെയ്യാം. തന്നെ ഹല്ലേലൂയ ആരാധന ശിക്ഷയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ചുറ്റുവട്ടങ്ങളിൽ ഹല്ലേലൂയ വേറെയും അനേക പ്രിയപ്പെട്ട രോഗികളാൽ ഭാരപ്പെട്ട ഭവനത്തിനകത്തളങ്ങളിൽ കിടക്കുന്നവരുണ്ട്. അവരെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ഹല്ലേലൂയ രോഗിയായ ഹല്ലേലൂയ ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. ആമീൻ അങ്ങനെ പലവിധമായിരിക്കുന്ന ആമീൻ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ ദേശത്തുള്ളവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനമില്ലാത്ത ഭവനങ്ങളുണ്ട്. ആമീൻ തലമുറകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമീൻ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നല്ല നിലവാരങ്ങളിൽ ഹല്ലേലൂയ വിദ്യാഭ്യാസ മേഖലകളെ കർത്താവ് കർത്താവ് അനുഗ്രഹിച്ചവരെ ഹല്ലേലൂയ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കേണ്ട നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അനേക പ്രിയപ്പെട്ട ഒരു ദേശത്തുണ്ട്. അവരെല്ലാം വഹിച്ച് നമുക്ക് രാത്രി കാലം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ദേശത്തെ ആമീൻ അന്ധകാര ശക്തിക്ക് എതിരായി ഇത് രാത്രി കാലം പോരാടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ദേവി സഹോദരന്റെ ആമീൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടോൾ ഇപ്പോൾ ആമീൻ ശബ്ദമുയർത്തി ചുരുക്കം വാചകളെ വിഷയങ്ങളെ പുറത്ത് പ്രാർത്ഥിക്കണം. Praise the Lord. Amen. Amen. Praise the Lord. Hallelujah. 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 Jesus. Amen. 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 Praise the Lord. Hallelujah. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി കാലം നമ്മുടെ ആമേൻ രാജ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ജില്ലയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ നമ്മുടെ പഞ്ചായത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ വാർഡിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ മേഖലയിലെല്ലാം ആമേൻ ഹല്ലേലൂയ ആയിരിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഒരു വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം ആമേൻ അവരെ കൂടി കർത്താവ് നമുക്ക് നൽകി തരേണ്ടതിന് ഇന്ന് രാത്രി കാലം അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഈ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാക്കി കർത്താവ് നൽകേണ്ട നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ വലിയ അനർത്ഥ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആമീൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ ഇന്ന് രാത്രി കാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം ആ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നമ്മുടെ ആമീൻ ഹല്ലേലൂയ രാജ്യത്തെയും ഹല്ലേലൂയ ജില്ലയും വില്ലേജിനെയും ആമീൻ വാർഡിനെയും ഒക്കെ ഓർത്ത് ആമീൻ ഒരുമിച്ച് നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മത്തായി സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ആ വിഷയങ്ങളെ വഹിച്ച് ശക്തമായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, അങ്ങയുടെ വിടപ്പെടുന്നതായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തെ പ്രാർത്ഥിക്കുന്ന സ്റ്റേറ്റുകളെ ഓരോ സ്റ്റേറ്റ്
ദൈവത്തിന്റെ ശക്തമായിട്ട് പ്രോത്സാഹിക്കുക ദേശത്തെ മാറ്റങ്ങൾ ഹാലലിയ രാജ്യത്തിൽ നല്ല ദൂരമാർഗ രാജ്യം ദുഃഖങ്ങളെ മാറ്റാതെ തന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഹാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഹാരിനെ പോലെ ഞാൻ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ തുടർന്ന് നമ്മൾ ആമീൻ ദൈവിക ആമീൻ വചന ആമീൻ ചിന്തയ്ക്കായി നമ്മൾ സമയം വേർതിരിക്കുകയാണ്. ആമീൻ ഇന്ന് രാത്രി കാലം ആമീൻ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ ആമീൻ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ആമീൻ ഹല്ലേലൂയ ആയിരിക്കുന്ന ആമീൻ സുരേന്ദ്രൻ ഭാഷ മുമ്പോട്ട് കടന്നു വരും. ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ 25 മിനിറ്റോളം ആമീൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. ആമീൻ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവദാസൻ വചനത്തിന് സംസാരിക്കാം.
കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ നമുക്ക് ആവശ്യവും കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലിരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ സ്തോത്രം. ഇത്രയും സമയം നമുക്ക് ദൈവസന്നിധിയിൽ വളരെ അനുഗ്രഹമേറിയ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളിവിടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷമായി നമ്മൾ ഭവനത്തിൽ പങ്കുമായിരിക്കുന്ന ആവശ്യങ്ങളുടെ മുഖത്തൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. എന്നാലേ ഗോപയായ ദൈവം തന്റെ ചിറകളിൽ നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ച് ഹല്ലേലൂയ മരണം നമ്മെ കൊണ്ടുപോകാതിരിക്കുവാൻ ഹല്ലേലൂയ അവൻ നമുക്ക് ദൃഷ്ടി വെച്ചാലോ എന്ന് പറഞ്ഞു തന്ന് കർത്താവ് നമ്മെ എത്രത്തോളം നടത്തി. ഇന്ന് രാത്രി അവനെ മഹത്വം കരയേറ്റിക്കൊണ്ട് നമുക്ക് ദിവസങ്ങളിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളതായ ഒരു തിരുവചന ഭാഗം വായിച്ചിട്ട് ഞാനും എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. നാം എല്ലാവരും ആത്മീയമായി വളരെ പ്രത്യാശയോട് ജീവിക്കുന്നവരാണ്. വചനങ്ങളൊക്കെയും നമുക്ക് അറിയാം. വചനത്തിലൂടെയുള്ളതായിരിക്കുന്ന സ്വർഗീയ ആലോചനകളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവദാസന്മാരിൽ നിന്ന് ഭക്തന്മാരിൽ നിന്നൊക്കെ നമുക്ക് അനേക നാളുകളിൽ കേൾക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം ഒരു ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ഹല്ലേലൂയ ശ്രമപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയില് ഹല്ലേലൂയ നമ്മൾ ചുരുക്കം പേരായി മാത്രമാണ് ദിവസങ്ങളിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിപ്പാൻ ഇടയായി വരുന്നപ്പോൾ നമ്മുടെ ആദ്യഘട്ടത്തിലൊക്കെയും നമുക്ക് ഈ ഹോൾ നിറച്ച് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എന്നാൽ ചിലരൊക്കെയും ആരാധനയ്ക്ക് കടന്നു വരാതെ വണ്ണമായിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. സാമ്പത്തികവും ഭൗമികമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ഹല്ലേലൂയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും നമുക്ക് അവരെ ഓർത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഞാനായി ഇങ്ങനെ ഒരു പ്രസംഗമൊന്നും ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് വന്നതല്ല. എങ്കിലും ഹല്ലേലൂയ പലപ്പോഴും കേട്ടതും നമ്മൾ ചിന്തിച്ചതും പഠിച്ചിട്ടുള്ളതുമായിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം ഇവിടെ വായിക്കുന്നത്: എന്നാറെ അവൻ മുമ്പോട്ട് ഓടി. ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം. അവനെ കാണേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ മരുഭൂമിയിലെ യാത്രയിൽ നാം മുന്നോട്ട് ആത്മീയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഓടുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആരാധിക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? തിരുവചനം ചിന്തിക്കുന്നത് എന്തിനെന്ന് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി ഹല്ലേലൂയ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് ചിന്തിച്ചു പോകാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം കൊടുമണ്ണിന്റെ പ്രദേശത്ത് ഹല്ലേലൂയ സ്തോത്രം 57 വയസ്സുള്ള ഒരു യവന ചെറുപ്പക്കാരന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തന്റേതായിരിക്കുന്ന ഹല്ലേലൂയ മരണ ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. 57 വയസ്സ് മാത്രമുള്ള യവനക്കാരനാണ്. അദ്ദേഹത്തിന്റെ പെൺകുട്ടികളാണ്. കുടുംബമായി വളരെ പ്രത്യാശയോട് ജീവിക്കുന്നവരാണ്. എന്നാൽ ആ പ്രിയപ്പെട്ട യവനക്കാരനെ ഹല്ലേലൂയ മരണം കാർന്നെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആ ഭവനത്തിൽ വളരെ ദുഃഖം തലകെട്ട് നിൽക്കുന്ന ഭവനമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ വേദനയോടായിരിക്കുന്ന കാണുവാനും ഹല്ലേലൂയ എനിക്ക് ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം മരണം നമ്മുടെ സമീപം നിൽക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ പിടികൂടാം. ഹല്ലേലൂയ. മരണം നമ്മെ പിടികൂടി കഴിഞ്ഞാൽ ഹല്ലേലൂയ പിന്നെ നമുക്ക് ഒരു മനസ്തന്ത്രമോ പിന്നെ നമുക്ക് ഹല്ലേലൂയ ഒരു ആരാധനയോ പിന്നെ നമുക്കൊരു പ്രാർത്ഥനയോ ചെയ്യുവാൻ ഹല്ലേലൂയ സാധിക്കുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ ആരാധിക്കേണ്ടുന്ന സമയത്ത് വളരെ ഭക്തിയോടെ പ്രത്യാശയോടെ ആത്മാർത്ഥയോടെ കർത്താവിനെ ഹല്ലേലൂയ ആരാധിക്കുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഇവിടെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ മുമ്പോട്ട് ഓടുകയാണ്. സ്തോത്രം. ഒരു കൂട്ടം ജനം ഹല്ലേലൂയ റോഡിലൂടെ അല്ലെങ്കിൽ ഹല്ലേലൂയ സൊസൈറ്റിയിലൂടെ
ഹല്ലേലൂയ യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ഹല്ലേലൂയ നടക്കുമ്പോൾ ഹല്ലേലൂയ ഇതാ ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ അതുവരെ ഓടിയിട്ടില്ല. ഹല്ലേലൂയ അതുവരെ അവൻ ഹല്ലേലൂയ മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല. വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇതാ ഒരു ദിവസം അവൻ എരികോ പട്ടണത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം വളരെ മുന്നോട്ട് ഏതോ താല്പര്യത്തോടെ വളരെ ശക്തിയോടെ വലിയ പ്രത്യാശയോടെ ഒരു മനുഷ്യൻ മുമ്പോട്ട് ഓടുകയാണ്. സ്തോത്രം അവൻ ഓടുന്നതിന്റെ മുന്നിൽ അവനൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ അവന്റെ ലക്ഷ്യമാണ് ഈ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ അവൻ ഓടിയത് യേശുവിനെ കാണുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി പറയട്ടെ, അനേകം പ്രിയപ്പെട്ടവർ യേശുവിന്റെ പിന്നാലെ ഞങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്, യേശുവിന്റെ ദാസന്മാരാണ്, അവന്റെ പ്രവൃത്തി കണ്ടവരാണ്, അവന്റെ പ്രവൃത്തി അനുഭവിച്ചവരാണ് എന്ന് പറയാം. അനേകരും അവന്റെ പിന്നാലെ നടക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ അവൻ ഓടുകയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓട്ടവും നമ്മുടെ അധ്വാനവും വെറുതെയായി പോവുകയില്ല. സ്തോത്രം അവനോട് യേശുവിനെ കാണുവാനാണ്. ഇന്ന് രാത്രി നമ്മുടേതായിരിക്കുന്ന സകല ആവശ്യങ്ങളെയും മാറ്റി വെച്ചിട്ട് നമ്മൾ ഓടി വന്നതിന്റെ ഉദ്ദേശം, നമ്മൾ ആരാധിക്കുന്നതിന്റെ ഉദ്ദേശം യേശുവിനെ കാണുവാൻ വേണ്ടിയാണ്. അനുമനാഥന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടോശീലതയോടെ നമുക്ക് വെച്ചിരിക്കുന്ന സ്തോത്രം റണ്ണിലൂടെ പാതയിലൂടെ ആത്മീയതയിലൂടെ പ്രിയപ്പെട്ടവരെ ശക്തിയോടെ നമ്മൾ മടുത്തു പോകാതെ ഓടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവൻ യേശുവിനെ കാണുവാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മൾ യേശുവിനെ കാണുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ പുറകോട്ട് മാറരുത്. ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാര് നമ്മെ വിട്ടു പോയെന്നിരിക്കാം. ചിലപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ചില ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരം ഉണ്ടായിരിക്കാം. എങ്കിലും ഹല്ലേലൂയ ഭാരങ്ങളെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് വെക്കുവാൻ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരോടുകയാണ്. ഹല്ലേലൂയ അവരോട് യേശുവിന്റെ അടുക്കൽ യേശുവിനെ കാണുവാൻ വേണ്ടി അവരോടി പോകുമ്പോൾ അവന്റേതായിരിക്കുന്ന ഹൃദയത്തിലെ താല്പര്യങ്ങളെ മനസ്സിലാക്കി അവരുടെ യേശുവിന്റെ അടുക്കൽ കടന്നിട്ട് തന്റേതായിരിക്കുന്ന അവസ്ഥകളെല്ലാം തുറന്നു പറയണമെന്ന താല്പര്യത്തോടെ അവൻ ഓടി ചെല്ലുമ്പോൾ യേശു അവന്റെ പുറകെ വരികയാണ്. ഹല്ലേലൂയ യേശു അവന്റെ കൂടെ വരികയാണ്. ഹല്ലേലൂയ യേശു അവന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് യേശുവിന്റെ ഹല്ലേലൂയ അവന്റെ സക്കായി ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സക്കായിന്റെ അവസ്ഥകളെല്ലാം ദൈവത്തോട് പറയുമ്പോൾ ഹല്ലേലൂയ അവൻ പറയുകയാണ്, ഇന്ന് വീട്ടിൽ സമാധാനം വന്നിരിക്കുന്നു, ഇവൻ അബ്രഹാമിന്റെ ഭവനക്കാരനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നമ്മുടെ ഓട്ടം ഹല്ലേലൂയ അബ്രഹാമിന്റെ ഭവനക്കാരനായി തീരുമാനമാണ്. നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ ഭവനം ഒരുക്കുവാൻ പോയ യേശുവിന്റെ ഭവനത്തിന്റെ അവകാശിയായി മാറുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അനേകരെ ദൈവഭാഗത്തേക്ക് കൂട്ടേണ്ടതിനായിട്ട് നമ്മുടെ ഓട്ടം ഒരിക്കലും നമ്മള് സ്തോത്ര ഉദാസീനതയായി കാണരുത്. ഓടിക്കൊണ്ടേ സ്തോത്രം. 18-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വരുമ്പോൾ അവിടെ അവൻ എരികോവിനടുത്തപ്പോൾ ഒരു കുടൻ എഴുതുകൊണ്ട് വഴിയരികിരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്നവൻ ചോദിച്ചു. യേശു കടന്നു പോകുന്നു എന്നവർ അവനോട് അറിയിച്ചു. അപ്പോഴവൻ യേശുവേ ദാവീദ് പുത്രനായ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ സാധിച്ചു. അവനോ ദാവീദ് പുത്ര എന്ന് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ കാഴ്ചയില്ലാതെ അവൻ ചോദിക്കുകയാണ്, എന്താണ് വലിയ ആരവം, എന്താണ് വലിയ പ്രസംഗം, എന്താണ് വലിയ പാട്ട്, എന്താണ് ആരവം ഉണ്ടാകുന്നത് ചോദിക്കുമ്പോൾ അവർ ഇതുവഴി കടന്നു വരുന്നു എന്ന് മനസ്സിലായപ്പോൾ അന്ധനായിരുന്ന കുണ്ടൻ അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ നിലവിളിക്കുമ്പോൾ
മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മജീവിതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ദേശത്തിനു വേണ്ടി നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ പരിസരത്തിൽ നമുക്ക് മുന്നേ വന്നിട്ട് നാം ആരാധിപ്പാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ചില അന്ധകാര ശക്തികൾ ഹല്ലേലൂയ സ്വന്തം തടസ്സപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ആളിന്റെ പെരുപ്പത്തിലല്ല, ഒരു കുരുടൻ നിലവിളിക്കുകയാണ്, ഒരു കുരുടൻ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സക്കായി ഓടുകയാണ്. ഹല്ലേലൂയ. അവന്റെ നിലവിളിക്ക്, ഹല്ലേലൂയ, കുരുടൻ നിലവിളിക്ക് ഹല്ലേലൂയ ഇറങ്ങി വന്ന കർത്താവ്, ഹല്ലേലൂയ, സക്കായിയെ കണ്ടുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുരുക്കം പേരെ ഉള്ളെങ്കിലും ഹല്ലേലൂയ ഒരു മനസ്സോടെ നമ്മൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ മനസ്സിലാക്കി ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവ് നമ്മുടെ ആരാധന മധ്യത്തെ കടന്നു വന്ന് ഹല്ലേലൂയ കുരുടന് കാഴ്ച കൊടുക്കുവാൻ, ഹല്ലേലൂയ പാപിയായ സക്കായിയുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, ഹല്ലേലൂയ പാപിയായ സക്കായിയെ മാറോട് അടയ്ക്കുവാൻ, പാപിയായ സക്കായിയെ അബ്രഹാമിന്റെ ഭവനക്കാരനാക്കി മാറ്റുവാൻ ഇറങ്ങി വന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ മധ്യത്തുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഹല്ലേലൂയ ശക്തനായവനാണ്. നമ്മൾ പറഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുരുടൻ നിലവിളിച്ചപ്പോൾ പലരും പറയുന്നു മുൻനടക്കുന്നവർ. അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന കൂട്ടത്തിലുള്ള മനുഷ്യനാണ് പറഞ്ഞത് മിണ്ടല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. മിണ്ടാതിരിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ചിലപ്പോൾ ദൈവമക്കൾ മാനിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായി വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദേശത്തിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥന ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇവിടെ നിൽക്കുവാൻ, ഹല്ലേലൂയ ജാമ്യം നിൽക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർ മധ്യത്തിനും മയക്കുമരുന്ന് അടിമയായി ഹല്ലേലൂയ പ്രദേശങ്ങളിലൂടെയും അവര് ഹല്ലേലൂയ ഭ്രാന്തന്മാരെ പോലെ നടക്കുമ്പോൾ ഹല്ലേലൂയ നയിലൂടെ നീർന്ന ഹൃദയവുമായിട്ട് പലപ്പോഴും എനിക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഓർത്ത് പലപ്പോഴും ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, അനേകര് ഹല്ലേലൂയ സക്കായിയെ പോലെ ഹല്ലേലൂയ സ്തോത്രം ഘട്ടത്തിൽ ഇറങ്ങി വരുവാൻ, ഹല്ലേലൂയ പാപപരമായ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കുമെന്ന് പൂർണ്ണമായി ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുകയാണ്. അനേക നാളുകളായി കുരുടനായിരുന്നു നിലവിളിച്ചു ഹല്ലേലൂയ മുകളിലേക്ക് ഇറങ്ങി വന്നവരെ കാഴ്ച കൊടുത്തു എങ്കിൽ ഹല്ലേലൂയ നമുക്ക് ചില കാഴ്ചകൾ കാണുവാൻ ഹല്ലേലൂയ താമസമില്ല. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി ഹല്ലേലൂയ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എന്ന ആശീർവാദം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ രാത്രി ഹല്ലേലൂയ സ്തോത്രം പ്രദേശത്തിന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നിലവിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നുള്ള സ്തോത്രം. ഹല്ലേലൂയ. അന്ധകാര ശക്തികളെ വിടാതിരിക്കാൻ അവർ ചിന്തിച്ചാലും ശരി ഹല്ലേലൂയ യഹോവ നമ്മുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമ്മളെ കുലുങ്ങി പോകാതെ ശക്തിയോടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഹല്ലേലൂയ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം നമുക്ക് പ്രത്യാശയോടെ ഓടാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശയോടെ ഹല്ലേലൂയ മുന്നോട്ട് സഞ്ചരിക്കാം. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവൻ ഹല്ലേലൂയ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ വഴിയിൽ നിന്ന് മേട്ടേച്ച് പോവുകയില്ല. ഹല്ലേലൂയ. ആ വിശ്വസ്തൻ ഇന്നുകൊണ്ട് നമ്മെ നടത്തി തുടർന്ന് നടത്തുവാൻ അവൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നടത്തു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിതരായി പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ശക്തിയോടെ ഹല്ലേലൂയ മുന്നോട്ട് ഓടണമെന്നുള്ള സ്തോത്രം. ഹല്ലേലൂയ. സക്കായി ഓടിച്ചെന്ന് നടത്തി നീ ഇറങ്ങി വാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കുരുടനോട് പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അവന് കാഴ്ച കൊടുക്കാനായി നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. വലിയൊരു മാനസാന്തരം, ഹല്ലേലൂയ, വലിയൊരു മാറ്റം ഹല്ലേലൂയ ഈ പ്രദേശത്തിനുണ്ടാകുവാൻ ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിച്ചാണ് ഹല്ലേലൂയ പ്രദേശം നമ്മൾ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അതിന് വലിയവനായ ദൈവം സഹായകനാണ്.
അവന് പ്രവർത്തിക്കുന്ന നമ്മെ സഹായിപ്പാൻ കഴിയാതെ അവന്റെ കരക്കുറിയിട്ടേ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്കായിരിക്കാൻ അവന് ചെവി മന്ദമായിട്ടേ ഇല്ല. പ്രൈസ് സ്തോത്രം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളുടെ സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രി അഗ്നിജ്വാലി കണ്ണുള്ളവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി, ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി ഹല്ലേലൂയ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, അവൻ നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെയും അബ്രഹാമിന്റെ ഭവനക്കാരാക്കി മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് ആളുടെ പ്രിയപ്പെട്ടവരുമായി തീരേണ്ടതിന് നമുക്ക് അവരെ ഓർത്ത് ആളെ പ്രാർത്ഥിച്ചു ഇന്നാളുകളിൽ നമുക്ക് ആരാധന മുന്നോട്ട് കൊണ്ടുപോകാം. വലിയവനായ പരിശുദ്ധാത്മാവിനായി നമ്മെല്ലാവരെയും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ലഭിച്ചതായ സമയത്തിനുള്ളിൽ ഞാൻ ദൈവഭാഗത്താണ്ടിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ഈ ചൊവ്വാഴ്ചയുടെ രാത്രികാലവും സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നല്ലോ ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ, ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ദേശങ്ങളിൽ നിന്ന് എത്രയോ പേർ ഹല്ലേലൂയ ഇന്ന് ആമീൻ സന്ധ്യാസമയം കാണുവാൻ കഴിയാതെ ഇന്ന് പകൽക്കാലം ആമീൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ പിന്നെയും ആമീൻ ഒരു സന്ധ്യാസമയം കൂടെ കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തന്ന വലിയ കൃപയ്ക്കായി ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ മിടുക്കോ കഴിവൊന്നുമല്ല, സ്വർഗം നമുക്ക് തന്ന കൃപയാണ്. ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് രാത്രികാലം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു വാക്കുകൊണ്ട് നന്ദി പറയുന്നു. വീണ്ടും അല്പസമയം കൂടെ ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ആമീൻ അല്പസമയം കൂടെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കടന്നു പോകാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം അതിനാധാരമായി നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമീൻ. പ്രവാചകന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്രാ, നീ കാണുന്നുവോ? യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ ഇവിടെ യഹൂദ ജനത്തോട് ദൈവത്തിന്റെ ദൂത് ആമീൻ ഹല്ലേലൂയ പ്രവാചകൻ കൂടി ദൈവം കൈമാറുകയാണ്. ആമീൻ. പ്രവാചകനെ ദൈവം ആമീൻ ഹല്ലേലൂയ അവരുടെ ആരാധനയിലേക്ക് കൊണ്ടുപോകുകയാണ്. ആമീൻ. അവരുടെ ആരാധന ദൈവത്തിൽ നിന്നുള്ള ആമീൻ പിന്മാറ്റത്തെ കാണിക്കുവാൻ, ഹല്ലേലൂയ ദൈവമായിട്ടുള്ള അകൽച്ചയെ കാണിക്കുവാൻ, ഇപ്പോൾ അവരായിരിക്കുന്ന മേഖലകളെ ഒന്ന് വ്യക്തമായി കാണിക്കാൻ പ്രവാചകനെ ദൈവം കൊണ്ടുപോകുകയാണ് ആലയത്തിന്റെ അകത്തളങ്ങളിലേക്ക്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി തമ്പുരാൻ കാണിക്കുമ്പോൾ അവിടെ കാണുന്നത് 25 മൂപ്പന്മാർ ഹല്ലേലൂയ ജനത്തെ നേർവഴി നടത്തേണ്ടതിന് ആമീൻ ഹല്ലേലൂയ ജനത്തിന് ദൈവിക ആമീൻ ഹല്ലേലൂയ ആലോചന പറഞ്ഞു കൊടുക്കേണ്ട, ആമീൻ ഹല്ലേലൂയ ഉപദേശിച്ച് അവരെ നേർവഴി നടത്തേണ്ട ആമീൻ 25 മൂപ്പന്മാർ ആലയത്തിനകത്തളങ്ങൾ മുതുകു തിരിഞ്ഞു നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ സൂര്യനെ നമസ്കരിക്കുകയാണ്, സൂര്യനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, എന്റെ ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ആമേൻ. നീ അനുസരിച്ചില്ലെങ്കിൽ എന്റെ ദൈവം അടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ തമ്പുരാൻ ആമേൻ ഹല്ലേലൂയ അടിക്കുന്ന ദൈവമാണ്. കാരണം അവൻ അപ്പനാണ്. ഹല്ലേലൂയ. അവന്റെ സൃഷ്ടിയാണ് ഇതല്ല. അതുകൊണ്ട് ആമേൻ അനുസരണക്കേട് കാണിച്ചാൽ തമ്പുരാൻ അടിക്കും.
Praise the Lord. Hallelujah. അപ്പോൾ പ്രവാചകനെ വിളിച്ച് അകത്തോട്ട് കാണിച്ചിട്ട് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. അടുത്തതോ, യഹോവയുടെ മന്ദിരത്തിൽ വാതിൽക്കൽ, ആമേൻ, മണ്ഡപത്തിന് യാഗപീഠത്തിന് നടുവേ ഏകദേശം 25 മൂപ്പന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അവൻ കിഴക്കോട്ട് നോക്കിക്കൊണ്ട് സൂര്യനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ ആലോചന, ഈ ജനം ആമേൻ ഹല്ലേലൂയ മിസ്രയീമിന്റെ കഷ്ടത്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തമ്പുരാൻ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാനല്ലാതെ നിനക്ക് എന്ത് ചെയ്യരുതോ, മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുന്ന ഒരു മുൻകൂർവ് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അരുളപ്പാട് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവർ ഹല്ലേലൂയ ഇവരുടേതായ ജീവിതത്തിന്റെ മേഖലയിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ, കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തം മറന്നു, ദൈവത്തിന്റെ കൽപ്പന മറന്നിട്ട്, ആമേൻ, ഇവർ മറ്റുള്ളതായിരിക്കുന്ന മ്ലേച്ഛകരമായിരിക്കുന്ന ദേവന്മാരെ ആരാധിക്കുവാനായി പിന്മാറുകയാണ്. ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അവർ സൂര്യനെ ആമേൻ നമസ്കരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തത്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ? എത്ര വേദന തമ്പുരാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, അവിടെ വാചകം കേട്ടോ, ആമേൻ, അവിടെ വാചകം കേട്ടോ, പ്രവാചകനോട് ദൈവം സംസാരിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ജീസസ്. ഹല്ലേലൂയ. നീ ഇത് കാണുന്നുവോ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യമായിരിക്കുന്ന എല്ലാ നിലവാരങ്ങളെയും കാണുന്ന ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അത് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ ആമേൻ നമ്മൾ അല്ലെങ്കിൽ വിചാരിക്കും ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയാം, ആമേൻ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ, ആമേൻ, നിന്റെ ഇരിപ്പും എഴുന്നേൽപ്പും കിടപ്പും, ആമേൻ, ഹല്ലേലൂയ, നിന്റെ സകല ചിന്താമണ്ഡലങ്ങളെയും അറിയുന്നവൻ, ആമേൻ, ഹല്ലേലൂയ, ഒരുവനുണ്ട്, അവൻ സ്വർഗ്ഗത്തിലുണ്ട്. ആമേൻ. അവൻ നിന്നെ നന്നായി അറിയുന്നവനാണ്, പകൽ പോലെ നിന്നെ അറിയുന്നവനാണ്. അവൻ എന്ത് ചെയ്യും? ആമേൻ, ചിലരെ എഴുന്നേൽപ്പിക്കും, അവരോട് നിന്നെ കുറിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ അവസ്ഥകൾ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. എന്തിനാ? ആമേൻ, ഹല്ലേലൂയ, നിന്നോട് സംസാരിക്കാനാണ്. ആമേൻ, നീ മടങ്ങി വരാനാണ്, നീ അടുത്തു വരാനാണ്. ആമേൻ, നീ എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളയാനാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിച്ചു, ആമേൻ, ഹല്ലേലൂയ, നീ കാണുന്നുവോ? അടുത്തത്, യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ? ഹല്ലേലൂയ. യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ കണ്ടോ? ഹല്ലേലൂയ. ഭയങ്കര വാഗ്ദത്തമുള്ള ജനമായ യഹൂദ ജനം, ഭയങ്കര വാഗ്ദത്തമുള്ള ജനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ആമേൻ ഒരു കൊമ്പ് മുളച്ചു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തം വീണ ജനമാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം വീണ ജനം ഇപ്പോൾ ചെയ്യുന്ന മ്ലേച്ഛത, ആമേൻ, ദൈവത്തിന് പൊറുക്കാൻ കഴിയാത്ത, ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത മ്ലേച്ഛതയുടെ നടുവിൽ കൂടെ അവർ നടന്നു പോകുമ്പോൾ, ആമേൻ, തമ്പുരാൻ പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, ആമേൻ, നീ ഇത് കണ്ടോ? ആമേൻ, ഹല്ലേലൂയ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവർ പോകുന്ന വഴികൾ കണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഞാൻ ഇവരോട്, ആമേൻ, അവരെ എന്ത് ചെയ്യാൻ പോവുക? ഇവരുടെ ഇടയിലേക്ക് സന്ദർശനം അയക്കാൻ പോവുകയാണ്. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചു. അവർ ഹല്ലേലൂയ എന്നെ അധികമായി ചെയ്തു, കോപിപ്പിച്ചു. ഹല്ലേലൂയ. കോപിപ്പിക്കുവാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. തമ്പുരാൻ അവിടെ ഒരു വാഗ്ദത്തം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോവാ?
സന്ദർശിക്കാൻ പോകുക. ഞാൻ സന്ദർശിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദർശനം വീണാൽ നമ്മൾ നിലനിൽക്കുമോ? അവൻ നമ്മൾ ഉറച്ചു നിൽക്കുമോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദർശനം നമ്മുടെ മേൽ വീണാൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ നിവർന്നു നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. അവൻ തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഈ ജനത്തെ സന്ദർശിക്കാൻ പോകുകയാണ്, ഞാൻ ഈ ജനത്തെ തൊടാൻ പോകുകയാണ്, ഞാൻ ഈ ജനത്തിന്റെ ഇടയിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ കണ്ണ് ആദരിക്കുകയില്ല, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. ഞാൻ കരുണയുള്ള ദൈവമാണ്. പക്ഷേ ആമേൻ ഹല്ലേലൂയ. ഇവരെ ആമേൻ പല ആവർത്തി ഇവരെ മടക്കി കൊണ്ടുവരുവാൻ കാലം നോക്കിയിട്ടും ഇവർ മടങ്ങി വരാത്തത് കൊണ്ട് ഇനിയും എന്ത് ചെയ്യത്തില്ല, കരുണ കാണിക്കുകയുമില്ല. ഞാൻ മനസ്സലിവ് കാണിക്കുന്ന ദൈവം അല്ല, ഞാൻ ഇവർക്ക് പ്രതികൂലമായി നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അടുത്തത്, അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയുമില്ല. അത്യുച്ചത്തിൽ നിലവിളിക്കും, ഞാൻ എന്ത് ചെയ്യത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയും അന്ധകാര ശക്തിയുടെ പോരാ. ആമേൻ ഹല്ലേലൂയ. അവർ ചെയ്തിട്ട ഇവരെ ചെയ്തിട്ട ആമേൻ ഹല്ലേലൂയ. ഇത് ആമേൻ അതാ ഇതാ ആമേൻ ഹല്ലേലൂയ. മാടയ മറതയ ആമേൻ ഇതൊക്കെ പറഞ്ഞ് ആമേൻ നമ്മൾ ഹല്ലേലൂയ ആമേൻ ഇങ്ങനെ പറയുമ്പോൾ തമ്പുരാൻ ചിരിക്കുകയാ. ഇത് തമ്പുരാന്റെ കരമാ. യേശുവിന്റെ നാമത്തിൽ ഇത് എന്റെ കരമാകുന്നേ. ഹല്ലേലൂയ. നീ അനുസരിക്കാത്തതിന്റെ ആമേൻ നീ മടങ്ങി വരാത്തതിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രതികാരത്തിന്റെ കരമാണ്. ഇത് തമ്പുരാന്റെ കരമാണ്. ഇത് എന്റെ കരമാണ് സന്ദർശിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് സാധാരണതാണ്, ഇത് മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ. അല്ലേ അല്ല. നീ ചില ക്രമീകരണത്തിലേക്ക് വരാനുണ്ടായിരുന്നു. അവൻ പലപ്പോഴും നിന്നോട് ദൂത് വിളിച്ചു പറഞ്ഞു, പലപ്പോഴും നിന്നെ അവൻ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾപ്പിച്ചു. നീ മടങ്ങി വന്നില്ല, നീ അവൻ അനുസരിച്ചില്ല, അവൻ അല്ലെങ്കിൽ നീ ദൈവസന്നിധി വീണില്ല, അവൻ നീ കരഞ്ഞില്ല, അവൻ നീ മുട്ടുമടക്കിയില്ല. അവൻ അതുകൊണ്ട് ഇന്ന് രാത്രികാലം തമ്പുരാൻ പറയുന്നു, അവൻ ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്, ഞാൻ നിന്നെ തൊടാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നീ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. ആമേൻ ഹല്ലേലൂയ. നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. ഹല്ലേലൂയ. എത്ര അത്യുച്ചത്തിൽ നീ കടന്ന് നിലവിളിച്ചെന്ന് പറഞ്ഞാലും ആമേൻ ഹല്ലേലൂയ തമ്പുരാന്റെ കരം വീണാൽ ആമേൻ ഹല്ലേലൂയ അതൊരു മനുഷ്യനും ആമേൻ ഹല്ലേലൂയ തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ദൈവം ആമേൻ ഹല്ലേലൂയ തൊട്ടാൽ ആമേൻ എങ്ങനെ ആര് നമ്മെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കും? ഹല്ലേലൂയ. ശത്രു നമ്മെ തൊട്ടാൽ ദൈവം അതിൽ നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ തൊട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? ആര് നമ്മളെ വിടുവിക്കും? ഹല്ലേലൂയ. ഇവിടെ കിടന്ന് നിലവിളിക്കുകയാ, ഉച്ചത്തിൽ നിലവിളിക്കുകയാ. ഒരു പ്രതികരണവും ഇല്ല, ഒരു ആശ്വാസവും കിട്ടുന്നില്ല. ഹല്ലേലൂയ. അടുത്തതിന്റെ 9-ാം വാക്യം വായിച്ചു. അനന്തരം ഞാൻ സന്ദർശനത്തെ കുറിച്ച് അവിടെ കാണുക. വായിച്ചു 9-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു. നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുകയും ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ ആമേൻ ജനത്തെ സന്ദർശിക്കാൻ, ഒരു പട്ടണത്തെ സന്ദർശിക്കാൻ ആമേൻ തമ്പുരാൻ പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആമേൻ സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തോട് അവിടെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പന കൊടുക്കുകയാണ്. ഹല്ലേലൂയ. സന്ദർശനത്തിന് വേണ്ടി ഹല്ലേലൂയ കൽപ്പന കൊടുക്കുന്നതാണ് നമ്മൾ അവിടെ വായിച്ചത്. ഓരോരുത്തൻ ഹല്ലേലൂയ ആയുധങ്ങൾ എന്ത് ചെയ്യട്ടെ?
കയ്യിലെടുക്കട്ടെ, ആയുധങ്ങൾ കയ്യിലെടുക്കട്ടെ. ഹല്ലേലൂയ. ഒരു സന്ദർശനത്തിന് വേണ്ടി ഹല്ലേലൂയ. ഇവിടെ ഒരു കരുണയില്ല, ഇവിടെ നിലവിളിയുടെ മുൻപിൽ ഒരു കരുണാണിപ്പില്ല. ആമേൻ. ഇവിടെ ഹല്ലേലൂയ മനസ്സലിവില്ല. ആമേൻ. ഇവിടെ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ ആമേൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ കരം ചലിക്കാൻ പോകുകയാ. ഇവിടെ ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. ഇവിടെ ഹല്ലേലൂയ തവണ വായിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരൻ ഹല്ലേലൂയ ആയുധങ്ങൾ കയ്യിലെടുക്കട്ടെ. അടുത്തത് അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്ത് ഹല്ലേലൂയ. അപ്പോൾ അവൻ അവിടെ വായിക്കുകയാണ്. അപ്പോൾ പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ ആമേൻ ഹല്ലേലൂയ അവൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ 6 പുരുഷന്മാർ വെൺമഴു കയ്യിലെടുത്തു. 6 പുരുഷന്മാർ വെൺമഴു കയ്യിലെടുത്തു. ഒരു പട്ടണത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു സമൂഹത്തിന്റെ ആമേൻ ഹല്ലേലൂയ അനുസരണക്കേട്, ആമേൻ ഒരു ആമേൻ സമൂഹത്തിന്റെ ദൈവത്തിൽ നിന്നുള്ള അകർച്ചയ്ക്ക് ആമേൻ ഹല്ലേലൂയ ദൈവം പലപ്പോഴും ആലോചന പറഞ്ഞിട്ട്, ദൈവം പലപ്പോഴും ആമേൻ ഭൂത് വിളിച്ചു പറഞ്ഞിട്ട്, ആമേൻ പലപ്പോഴും ദൈവം സന്ദർശിച്ചിട്ട് ആമേൻ മടങ്ങി വരാത്ത ആമേൻ അനുസരണക്കേട് കാണിച്ച ആമേൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ആമേൻ ഹല്ലേലൂയ ഞാനല്ലാതെ ഒരു ദൈവത്തിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ആമേൻ ആ പ്രമാണത്തെ മാറ്റിക്കളഞ്ഞ ഒരു ജനത്തിന്റെ നേരെ സന്ദർശനമയക്കാൻ തമ്പുരാനിതാ 6 ആമേൻ പുരുഷന്മാരെ ആമേൻ എന്ന് പറഞ്ഞ 6 ദൂതന്മാരെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കുകയാ. ആമേൻ അവരോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. ആമേൻ നിങ്ങൾ ആയുധങ്ങൾ കയ്യിലെടുക്കുക. ആമേൻ എന്തായുധങ്ങളാണ്? ആമേൻ വെൺമഴുവാകുന്ന ആയുധങ്ങൾ കയ്യിലെടുക്കുക. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയുധം ആമേൻ വെൺമഴു മഴുവിന്റെ ആമേൻ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാലേ ഭയങ്കര ആമേൻ ഹല്ലേലൂയ മൂർച്ചയുള്ള ഒരു സാധനമാണ് ഈ മഴു. കോടാലിയേക്കാൾ ഭയങ്കര മൂർച്ചയാണ് മഴു. ആമേൻ ഈ മഴു ആമേൻ ഹല്ലേലൂയ വലിയ മരത്തിന്റെ മുകളിൽ വരെ കയറി എന്ത് ചെയ്യും? വെട്ടത്തിൽ മഴുകൊണ്ട് വെട്ടി മുറിക്കും. അപ്പൊ അത്ര ആമേൻ കണ്ടിപ്പുള്ള ഒരു ആയുധം മഴു. അത് ആമേൻ ഒന്ന് വീശിയാൽ മതി. ഹല്ലേലൂയ. അത് കയ്യിലിരിക്കും. ആമേൻ വലിയ വെയിറ്റ് ഇല്ല, വലിയ മൂർച്ചയുള്ള ഒരു സംഭവമാണ് മഴു. ആമേൻ ഈ സാധനമാണ് ദൂതന്മാരോട് ദൈവം പറയുന്നത്, നിങ്ങൾ കയ്യിലെടുക്കണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ സ്തോത്രം. ഇവിടെ ആമേൻ മനസ്സലിവില്ല, ഇവിടെ കരുണ കാണിപ്പില്ല, ഇവിടെ കൃപ കാണിപ്പില്ല. ആമേൻ ഇവിടെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഒരു സന്ദർശനം നടക്കാൻ പോകുകയാണ്. ഇവിടെ ഒരു പ്രതികൂലത്തിന്റെ കാറ്റടിക്കാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ചിലർ വീഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. ആമേൻ ദേശത്തോട് ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട്, പലപ്പോഴും ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് ആമേൻ മറുതലിച്ചു നിന്ന, ആമേൻ മടങ്ങി വരാതെ നിന്ന ആമേൻ ചില ആമേൻ വ്യക്തിത്വങ്ങളോട് ഇന്ന് രാത്രികാലം ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ തമ്പുരാൻ പറയുന്നു. ആമേൻ ഇവിടെ ഒരു ഹല്ലേലൂയ ഇവിടെ കരുണ കാണിപ്പില്ല. ആമേൻ ഇവിടെ ആമേൻ സ്നേഹമില്ല. ഇവിടെ ഇതാ ഒരു സന്ദർശനമായി പോകുകയാണ്. രക്തത്താൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ 6 പുരുഷന്മാർ വെൺമഴു എടുത്തു. മേലത്തെ പടിവാതിലിന്റെ വഴിയായി വടക്കോട്ടുള്ള മേലത്തെ അവരുടെ നടുവിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവൻ അകത്ത് ചെന്ന് താമരയാഗപീഠത്തിന്റെ അരികിൽ നിന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നു നിന്നു. പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവേ ഈ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ
യെരൂശലേമിന്റെ നടുവിൽ കൂടി അതിൽ നടക്കുന്ന സകല മേച്ചതകളും നിമിത്തം കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂട്ടം കരയാനുണ്ടോ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആ വലിയ ആമേൻ പ്രതികൂലം ആമേൻ ആ കാലത്ത് ദേശത്തടിക്കുമ്പോൾ ഒരു കൂട്ടം കരയാനുണ്ട് നിശ്ചയമാണ്. ഒരു കൂട്ടം കരയുന്നുണ്ട്, ഒരു കൂട്ടം കരയുന്നുണ്ട്. ദേശത്തിന് വേണ്ടി ഒരു കൂട്ടം ഇടിവിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിച്ച് ഇങ്ങനെ നിർത്തിയത്. ആമേൻ ഹല്ലേലൂയ. നീ ഇറങ്ങിച്ചെന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആമേൻ ഹല്ലേലൂയ പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് വായിച്ചേ. പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ സംഹാരകരായിരിക്കുന്ന 6 പുരുഷന്മാർ ഊരിപ്പിടിച്ച് മഴവുമായി ഇറങ്ങി വരികയാണ്. ആമേൻ പട്ടണത്തിൽ ആമേൻ ഹല്ലേലൂയ വലിയൊരു സംഹാരം നടത്താൻ ആമേൻ ദൈവം അവരോട് പറയുന്ന ഒരു ഹല്ലേലൂയ വാക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആമേൻ ഞാൻ ഒരുവനെ മുൻപേ വിട്ടിട്ടുണ്ട്. ആരെന്ന് പറഞ്ഞാൽ അരയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അരയിൽ ചണർന്നൂൽ വസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായി ഒരു മനുഷ്യനെ ഞാൻ മുൻപേ വിട്ടിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവൻ മുട്ടുമടക്കുന്നവരുണ്ടെങ്കിൽ അവൻ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവന്റെ നെറ്റിയിൽ അവൻ നീന്തി ചെയ്യണം ഈ മഷിക്കുപ്പിയിൽ നിന്ന്. അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആര് നിന്റെ കയ്യിലിരിക്കുന്ന ആ രൂപം കൊണ്ട് അവൻ ആ മഷിക്കുപ്പിയിൽ നിന്ന് അവൻ അല്പമെടുത്ത് അവന്റെ നെറ്റിയിൽ അവൻ നീന്തിയണം. ഒരു അടയാളം വെച്ചിരിക്കണം, ഒരു അടയാളം വെച്ചിരിക്കണം. കാരണം എന്റെ പുറകിൽ അവൻ നിന്റെ പുറകിൽ 6 പുരുഷന്മാർ വരുന്നുണ്ട്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. മുമ്പേ പോകുന്നവൻ ഹല്ലേലൂയ ഓരോ കുടുംബങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും അവനെ സഞ്ചരിച്ച് കയറിപ്പോകുകയാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ആരെങ്കിലും ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നവരുണ്ടോ? ആരെങ്കിലും ഈ സംഘാരത്തിന് എവിടെയെങ്കിലും കരയുന്നവരുണ്ടോ എന്ന് കാണാൻ അവൻ ഒരുവനിതാ മഷിക്കുപ്പിയുമായി ആമേൻ ഹല്ലേലൂയ രക്തം തളിക്കാൻ ആമേൻ ഹല്ലേലൂയ രക്തം തളിക്കാൻ ഒരുവൻ മുൻപേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന്റെ നെറ്റിയിലിതാ അവൻ രക്തം പുരട്ടിയിട്ട് മുൻപേ ഒരുവൻ പോകുകയാണ്. ഹല്ലേലൂയ. പിറകിൽ വരുന്നവൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവൻ നോക്കും. ആമേൻ ഹല്ലേലൂയ. നിന്റെ മുമ്പ് ഹല്ലേലൂയ കാലിലും നെറ്റിയിൽ രക്തത്തിന്റെ കറയുണ്ടെങ്കിൽ അവൻ അതിന്റെ പാടുണ്ടെങ്കിൽ നിന്നെ ഒഴിഞ്ഞു മാറ്റിയിട്ട് അവൻ മുൻപോട്ട് പോയിട്ട് അവൻ അനുസരിക്കാത്തവനെ അവൻ മേച്ചം ചെയ്യുന്നവനെ അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അനുസരിക്കാത്തവനെ അവൻ തകർത്ത് കളയുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ആമേൻ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ ജനം ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഈ മ്ലേച്ഛതയുടെ ഈ ജനം ആമേൻ ഹല്ലേലൂയ ഈ ഒരു സംഹാരകന്റെ താണ്ഡവം കണ്ട് രക്ഷപ്പെട്ടു വന്നവരാ. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ ഊരിപ്പിടിച്ച മഴവുമായി ദൂതന്മാർ ഇറങ്ങിച്ചെല്ലുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന്റെ മഹത്വം കണ്ടതാണ്, ഒരിക്കൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടതാണ്. ആമേൻ ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന്റെ വിടുതല കണ്ടവരാണ്, ഒരിക്കൽ ദൈവത്തിന്റെ നന്മ അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. ഈ ജനമാണ് ആമേൻ ഇപ്പോൾ മറന്നു വെച്ച് നിൽക്കുന്നത്, ഇപ്പോൾ ദൈവസന്നിധിയിൽ മാറി നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് ആമേൻ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ആമേൻ ഹല്ലേലൂയ മിസ്രയീമിൽ ഹല്ലേലൂയ അടിമത്തത്തിന്റെ നുകത്തിന്റെ കീഴിൽ കിടന്ന ആമേൻ ഹല്ലേലൂയ ആകപ്പാട് ആമേൻ അവർ ഹല്ലേലൂയ ഭാരപ്പെട്ട് ആകപ്പാട് വേദനപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് കഴിയാതിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവരെ ആമേൻ തടഞ്ഞു നിർത്തുന്ന, അവരെ ആമേൻ വിടാതെ വണ്ണം അവരെ ആമേൻ കെട്ടി നിർത്തുന്ന, അവരെ പിടിച്ചു നിർത്തുന്ന, അവരെ ഭയപ്പെടുത്തി നിർത്തുന്ന ആമേൻ ഹല്ലേലൂയ ഒരു
വലിയ സാമ്രാജ്യത്തെ തകർത്ത് കളയാൻ തമ്പുരാൻ ആമേൻ ഹല്ലേലൂയ പദ്ധതിയിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ആമേൻ ഹല്ലേലൂയ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ 12 വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആമേൻ പാളയത്തിനകത്തളങ്ങളിൽ പാർക്കുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുക ആമേൻ ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ ഒരു കുഞ്ഞാടിനെ ആമേൻ ഹല്ലേലൂയ ഓരോ കുഞ്ഞാടിനെ എടുത്തിട്ട് ആമേൻ അതിനെ അറുത്ത് ആമേൻ അതിന്റെ രക്തങ്ങളെ ആമേൻ കട്ടളമേല് കുറുമ്പടിമേല് ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ ഫറവോന്റെ ആമേൻ അനീതിക്കെതിരെ ഈ ഫറവോന്റെ ആമേൻ തിന്മയ്ക്കെതിരെ ആമേൻ ഞാൻ പ്രതികൂലമായ ആമേൻ ശക്തി അയക്കാൻ പോവുകയാണ്. ഞാൻ സംഹാരനെ അയക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആമേൻ എന്റെ ജനമായിരിക്കും നിങ്ങൾ ആമേൻ എന്ത് ചെയ്യണം? രക്തം ആമേൻ നിങ്ങളുടെ കുറുമ്പടിമേല് നിങ്ങൾ പേറ്റണം. എന്തിനെന്നറിയാമോ? വരുന്ന സംഹാര ദൂത് ആമേൻ ഹല്ലേലൂയ വരുന്നത് അവൻ തകർത്ത് കളയാനാണ്, ഇല്ലാതാക്കി കളയാനാണ്. അവൻ വരുമ്പോ നിന്റെ ഫലത്തിനകത്തളങ്ങൾ ഈ രക്തത്തിന്റെ ഫലമല്ല, അവൻ മാറിപ്പോകാനിടയായിരിക്കും. ഹല്ലേലൂയ. ഈ ആമേൻ ദൈവപ്രവൃത്തി കണ്ട ജനം, ഈ വിടുതൽ കണ്ട ജനം ആമേൻ വലിയൊരു മുറവിളി, വലിയൊരു ആമേൻ ആമേൻ മുറവിളി കണ്ട ജനം. ആമേൻ ആമേൻ ഹല്ലേലൂയ. മുറവിളിയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജനം ആമേൻ ഇപ്പോൾ ഇതാ അവരുടെ ഇടയിലേക്ക് ദൈവം പറയുകയാണ്, ഞാനിതാ ആമേൻ ഹല്ലേലൂയ വെൺമഴുവായി നിന്റെ അരികിലേക്ക് ഞാൻ ഹല്ലേലൂയ ദൂതനെ അയക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നീ കണ്ടിട്ടും ആമേൻ നീ കേട്ടിട്ടും ആമേൻ നീ മനസ്സിലാക്കിയിട്ടും ആമേൻ നിന്റെ പിന്മാറ്റത്തെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്റെ പ്രാർത്ഥനകളെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെന്ന ആമേൻ ഹല്ലേലൂയ നീ ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടിട്ട് ആമേൻ ഇതാ ഞാൻ സംഹാരമായിരിക്കാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ആമേൻ ഈ മനുഷ്യൻ മുൻപേ കടന്നുപോയി. എല്ലാ പ്രാർത്ഥിക്കുന്നവന്റെ ആമേൻ നെറ്റിയിലും അടയാളം തൊട്ട് പോയി. മറ്റവരോട് ഞാൻ കേൾക്കുകയും അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് പെട്ടുവീൻ. ആമേൻ. കണ്ടോ ഹല്ലേലൂയ. അവിടെ ആമേൻ അവിടെ പറയുന്ന വാക്ക് കണ്ടോ? നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്. നിങ്ങളുടെ കണ്ണിന് എന്ത് ചെയ്യരുത്? ആദരവ് തോന്നരുത്. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ ആമേൻ കരുണ കാണിക്കരുത്. അടുത്തത് ഹല്ലേലൂയ. അവിടെ കണ്ടോ? അവിടെ വായിക്കുന്നത് കണ്ടോ? ആമേൻ കരുണ കാണിക്കരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും ആമേൻ ഈ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. വൃദ്ധന്മാരെയും യുവതികളെയും ആമേൻ കുഞ്ഞുങ്ങളെയും ആമേൻ പ്രായമുള്ളവരെയും സകലരെയും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ. അവിടെ ആമേൻ ഒരു കരുണയും നിങ്ങൾ കാണിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ഒരു മുഖസ്തുതിയും നിങ്ങൾ കാണിക്കരുത്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ വെട്ടിക്കളയുവീൻ. ഹല്ലേലൂയ. അടുത്തത് എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും ആമേൻ അവിടെ പറയുന്നത് കേട്ടോ? ആമേൻ തമ്പുരാൻ പറയുകയാണ്, എങ്കിൽ ഹല്ലേലൂയ എങ്കിൽ അടയാളമുള്ള ഒരെണ്ണത്തിനെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. കർത്താവേ ആമേൻ ഹല്ലേലൂയ. ലോകം വല്ലാത്തൊരു മ്ലേച്ഛതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു വല്ലാത്ത ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിപത്തിലേക്ക് ദേശം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു ന്യായവിധിയിലേക്ക് ദേശം പൊയ്ക്കൊണ്ടിരിക്കുന്നു. രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആമേൻ ഇന്ന് രാത്രികാലം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ആ രക്തം എന്റെ ആമേൻ നെറ്റിയിൽ പുരട്ടണമേ. ആമേൻ ഹല്ലേലൂയ. ഒരു അനർത്ഥം വരാൻ പോകുന്നുണ്ട്. ഒരു സംഹാരം വരാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്റെ നെറ്റിയിലെ നിന്റെ രക്തത്തെ ഭരണമേ എന്ന് ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി
ആമേൻ. കണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ആമേൻ ഈ വാക്യം കൊണ്ടെന്ന് ആമേൻ ഹല്ലേലൂയ കണക്ട് ചെയ്യുക. ആമേൻ. അവിടെ വായിക്കുകയാണ്, നിങ്ങൾ ആലയത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ ആയിരുന്ന മൂപ്പന്മാരെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 മൂപ്പന്മാരെ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. വരും തലമുറകളെ ആമേൻ ആത്മീകമായി വാർത്തുന്ന മൂപ്പന്മാരെ ആമേൻ വരും തലമുറകളെ ആമേൻ ആത്മീക നിയോഗങ്ങളെ പറഞ്ഞു കൊടുത്തു. ആമേൻ ആത്മീക ഹല്ലേലൂയ ആമേൻ അനുഗ്രഹങ്ങളെ പറഞ്ഞു കൊടുത്തു വളർത്തേണ്ടതായ മൂപ്പന്മാരെ ആമേൻ ഹല്ലേലൂയ തമ്പുരാൻ പറയുന്നു. ആമേൻ ആലയത്തിന്റെ അകത്തളങ്ങളിലെ മൂപ്പന്മാരെ എന്ത് ചെയ്യാം? ആമേൻ ഹല്ലേലൂയ തകർത്തുകള ആമേൻ വെട്ടിക്കള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ സഭകളിൽ ഹല്ലേലൂയ കടന്നു ചെന്നാൽ ഒരു അറ്റത്തിൽ ഇങ്ങനെ മൂപ്പന്മാരെ അവര് കൈയടിക്കത്തില്ല, ഒരു സ്തോത്രം പറയത്തില്ല. ഹല്ലേലൂയ. അവർക്കൊരു ചലനമില്ല. അവരിങ്ങനെ കൈയും കിട്ടി നോക്കിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ മൂപ്പനായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിന്നെ മൂപ്പനായിട്ട് തിരഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാ? യേശുവിന്റെ നാമത്തിൽ പിൻകാലെ വരുന്ന തലമുറയെ ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തിലേക്ക് വളരെ കരം പിടിച്ചുയർത്താൻ ആമേൻ ഹല്ലേലൂയ അവരെ ആത്മീയമായി വാഴ്ത്തി കൊണ്ടുവരാൻ ആമേൻ നിന്നെ മൂപ്പനായി തിരഞ്ഞെടുത്തടിച്ചു വെച്ചിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. നീ ആനന്ദപ്പാറയായിരുന്ന ആമേൻ ഹല്ലേലൂയ അഭിഷേകമില്ലാത്തവരായിരുന്ന ആമേൻ നിന്റെ പിൻപേരുടെ തലമുറ എങ്ങനെ അഭിഷേകത്തിലേക്ക് കടന്നു വരും? എങ്ങനെ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വരും? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ആമേൻ ഹല്ലേലൂയ. മുന്നിൽ വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, ആമേൻ ദുരാത്മാവിന്റെ ശക്തിയായതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ പറയുക. ആലയത്തിന്റെ അകത്തളങ്ങളിൽ കുടിയിരിക്കുന്ന മൂപ്പന്മാരെ വെട്ടിക്കള. ഹല്ലേലൂയ. ഇത് തിരുവചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. മൂപ്പന്മാരെ നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി എന്ത് ചെയ്തു? അശുദ്ധമാക്കി. ആമേൻ. പ്രാകാരങ്ങളെ പുറപ്പെടുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു നഗരത്തിൽ സംഹാരം നടത്തി. അവർ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. ഞാൻ കവിണ്ണു വീണു. അയ്യോ യഹോവയായ കർത്താവേ, യെരൂശലേമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേൽ ശേഷിപ്പുള്ളവരൊക്കെയും സംഗ്രഹിക്കുമോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അതിനു അവൻ എന്നോട്, ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തിന്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം മഹാരക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ പോയിരിക്കുന്നു. യഹോവയെ കാണുന്നില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ? ആമേൻ. യഹോവ ഞങ്ങളുടെ കൂടെയുണ്ട്. യഹോവ ആലയത്തിനകത്തുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇതെല്ലാം അവർ വിചാരിച്ചുകൊണ്ട് ചെയ്യുക. പക്ഷേ തമ്പുരാൻ അവരെ വിട്ട് പോയി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രവാചകനോട് സംസാരിക്കുകയാണ്. അനർത്ഥങ്ങളിൽ ഹല്ലേലൂയ ആമേൻ അയക്കാൻ ആമേൻ നിന്നെ ഞാൻ ഹല്ലേലൂയ കൽപ്പിക്കുകയാണ്. അത് ഹല്ലേലൂയ നീ കണ്ടില്ലേ? ആമേൻ ഞാൻ കൽപ്പിക്കുന്നത് അത് നീ ഹല്ലേലൂയ യഹൂദ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് നീ സംസാരിക്കും. ഒരു മടങ്ങി വരുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നല്ല പ്രവൃത്തിക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ മടങ്ങി വരുവാൻ ആമേൻ അടുത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ കൂടി സംസാരിക്കുന്ന അസാധാരണമായ ഒരു ദൂതാണ് ഇന്ന് രാത്രികാലം സ്വർഗ്ഗം നമ്മെ കൈമാറിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ 22-30 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ ഹല്ലേലൂയ ദേശത്തിന്റെ ആമേൻ പട്ടണത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിനായി ആമേൻ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആമേൻ ഇടവെന്ന് ആമേൻ ഈ പട്ടണത്തിന് വേണ്ടി ഇടവെന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരുവനെ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല. ഞാൻ ഒരുവനെയും കണ്ടില്ല. ഇന്ന് രാത്രികാലം അങ്ങനെ വരരുത്. ആമേൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആമേൻ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആമേൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആമേൻ തമ്പുരാൻ അന്വേഷിക്കുമ്പോൾ ആമേൻ ഒരു കൂട്ടം ജനത്തെ ഈ ദേശത്ത് കാണാം.
യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥന അതിനായി അവൻ അനേകരെ ഒരുക്കട്ടെ, അനേകരെ ഈ ദേശത്ത് എഴുന്നേൽപ്പിക്കട്ടെ, അനേകരെ ഉണർത്തട്ടെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ദേശത്തിന്റെ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അനർത്ഥങ്ങളെ ഹല്ലേലൂയ, വിപത്തുകളെ ഹല്ലേലൂയ ഒഴിഞ്ഞു പോകുവാൻ ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കുവാൻ ഈ ദേശത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചുറ്റുവട്ടങ്ങളിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേക ദൈവദാസന്മാരെ അകത്തളങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഇടപെട്ട് പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് സംഹാര ആമേൻ താണ്ഡവം ഉണ്ടാകരുത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ സംഹാരം ആമേൻ കുടുംബങ്ങളിൽ കയറരുത്, തലമുറകളെ സന്ദർശിക്കരുത്. ഇന്ന് രാത്രികാലം വീടുകളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ആമേൻ ഹല്ലേലൂയ നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ